ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ കഴിഞ്ഞ് യുദ്ധത്തിന് ശേഷം തിരിച്ച് ദ്വാരകയിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് കുന്തി ദേവിയെ കണ്ട് നമസ്കരിച്ച് കുന്തി സ്തുതി നമ്മൾ വിശദമായി കണ്ടു. പിന്നീട് ഭഗവാന് കാണേണ്ട മറ്റൊരു അനുഭവം കൃഷ്ണൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന യുധിഷ്ഠിരനാണ്. രാജ്യഭാരം ഏറ്റെടുക്കേണ്ട യുധിഷ്ഠിരൻ വലിയൊരു വിഷാദത്തിലേക്ക് വീണ് ഉദാസീനനായി ഒട്ടും ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത സന്യസിക്കുക, ഇതൊന്നും വേണ്ട, ഈ രാജ്യം ഭരിക്കുന്നതും ഈ രാജ്യം തൊടുന്നതും മഹാപാപമാണ്. വല്ലാത്തൊരു കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടി. എന്താണ് കുറ്റബോധം എന്നത് മഹാഭാരത യുദ്ധം പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പാണ്ഡവരുടെ ഭാഗത്തു നിന്ന് കൗരവ പ്രധാനികളെ വധിക്കുന്നതെല്ലാം നേരായൊരു മാർഗത്തിലായിരുന്നില്ല. ശരിയായ രീതിയിൽ ആരെയും കൊല്ലാൻ പാണ്ഡവർക്ക് പറ്റുകയില്ല. ദ്രോണാചാര്യരെ വധിക്കുമ്പോൾ ദ്രോണാചാര്യരെ കൊല്ലാൻ പാണ്ഡവർക്ക് പറ്റില്ല. യുധിഷ്ഠിരനെ കൊണ്ട് നുണ പറയിപ്പിച്ചു. യുധിഷ്ഠിരനോട് പറഞ്ഞു, എന്താ പറയേണ്ടത്? അശ്വത്ഥാമാഹത പറഞ്ഞു. ഞാൻ പറയില്ല, ഇല്ലാത്തതൊന്നും ഞാൻ പറയില്ല. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ നുണയല്ല, അതേ ആ ചത്ത് കിടക്കുന്ന ആന, യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്ന ആനയുടെ പേരാ പറഞ്ഞത്. അപ്പം പിന്നെ അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇത് ദ്രോണാചാര്യർ തെറ്റിദ്ധരിക്കും. അപ്പം അദ്ദേഹം മാനസികമായി ഒരു വേദനയിൽ, മകൻ മരിച്ചു എന്നുള്ള ദുഃഖത്തിലാകുമ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിനെ കൊല്ലാം. യുധിഷ്ഠിരൻ കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് തയ്യാറായി. ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ, യുധിഷ്ഠിരൻ തേരിലിരുന്നു കൊണ്ട് അശ്വത്ഥാമാ കുഞ്ചരഹത എന്ന് വിളിച്ചു പറയാണ്. കുഞ്ചര എന്ന് പറഞ്ഞാൽ ആന. ഈ കുഞ്ചര എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ രഥം ഒന്ന് താഴ്ത്തിക്കളഞ്ഞു. അപ്പം കുഞ്ചര എന്നുള്ള ശബ്ദം മര്യാദയ്ക്ക് വന്നില്ല. കൃഷ്ണൻ വലിയ കണ്ണിങ്ങ പ്രവർത്തിച്ചത്. ആ കുഞ്ചര എന്നുള്ള വാക്ക് യുധിഷ്ഠിരൻ പറഞ്ഞത് മര്യാദയ്ക്ക് പുറത്തു വരാത്ത വിധത്തിൽ തേരൊന്ന് താഴ്ത്തിക്കളഞ്ഞു. അത് ദ്രോണം കേട്ടതുമില്ല. കുഞ്ചരാന്ന് കഴിഞ്ഞപ്പോഴേക്കും തേര് കറക്റ്റ് ചെയ്തു, ഹദാ അതുകൊണ്ട് പുറത്തു വന്നു. എന്തായി? അശ്വത്ഥാമ കുറു 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 അതാ. ആ കുഞ്ചര എന്നുള്ളത് മാത്രം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ തേര് ഡിസ്റ്റർബ് ചെയ്തു. കാരണം കൃഷ്ണൻ അറിയാമായിരുന്നു കുഞ്ചരാന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ മറ്റാൾ തളരില്ല എന്ന്. ഇതൊരു ചതിപ്രയോഗമാണെന്ന് ആര് മനസ്സിലാക്കും? ദ്രോണരും ആഹാരമാണല്ലോ കഴിക്കുന്നത്. അപ്പം ദ്രോണരെ സംബന്ധിച്ച് പെട്ടെന്ന് മനസ്സിലാക്കും, ഇത് പാണ്ഡവന്മാരൊരു ചതിപ്രയോഗം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ആ കുഞ്ചര എന്നുള്ള വാക്ക് വരാൻ കൃഷ്ണൻ അനുവദിച്ചില്ല. ദ്രോണൻ കേട്ടത് അശ്വത്ഥാമ ഹത. തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ചു ദ്രോണൻ. ഒരു നിമിഷ നേരത്തേക്ക് ദ്രോണൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു. ഒരു ഇതികർത്തവ്യമുടനായി, ഓ മകൻ, ആ ചിന്ത വരുമ്പോഴേക്കും ദൃഷ്ടദ്യുത്മൻ അമ്പെയ്ത് കളഞ്ഞു. അങ്ങനെയാണ് കൗരവന്മാരുടെ ഗുരുവിനെ, അല്ലെങ്കിൽ പാണ്ഡവ കൗരവ ഗുരുവിനെ, പടനായകനെ വീഴ്ത്തിയത്. ഇതുപോലെ ഭീഷ്മരെ വീഴ്ത്തുന്നത് ശിഖണ്ഡിയെ വെച്ചുകൊണ്ടാണ്.
ശിഖണ്ഡി ശരിക്ക് പറഞ്ഞാൽ സ്ത്രീയാണ്, ശിഖണ്ഡി പെണ്ണാണ്. അപ്പം അന്നത്തെ കാലത്തൊരു ദുരഭിമാനം ഉണ്ടായിരുന്നു, ക്ഷത്രിയന്മാര് സ്ത്രീകളോട് പോരാടില്ല. അപ്പം ശിഖണ്ഡിയെ കണ്ടതും പെണ്ണിനെ കണ്ടതും മുഖം തിരിച്ചു. മുഖം തിരിച്ചത് എന്തിനാ വെച്ചാൽ, എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന്. പക്ഷെ ഇത് മുതലെടുത്തു പാണ്ഡവർ. ഈ സമയത്ത് അസ്ത്രവർഷം പുറകിലേക്ക് ചെയ്തു. അത് ക്ഷത്രിയന്മാർക്ക് ചേരാത്ത പണിയാണ്. മുഖാമുഖം യുദ്ധം ചെയ്യേണ്ട ക്ഷത്രിയന്മാര് ഇവിടെ ഭീഷ്മര് ഒന്ന് മുഖം തിരിച്ചപ്പോഴാണ്, ശരീരം തിരിച്ചപ്പോഴാണ്, പുറം തിരിച്ചപ്പോഴാണ്, പുറത്തേക്കാണ് അമ്പ് ചെയ്യുന്നത്. അമ്പ് ചെയ്തു, പിടുത്തം വിട്ടു. ആ ശരത്തിന് മുകളിലേക്ക് ഭീഷ്മര് മറഞ്ഞു വീണു. അറിയാലോ, കഥ കേട്ടിട്ടില്ലേ? അങ്ങനെ അതൊരു ചതിയായിരുന്നു. ദുശാസനൻ്റെ മാറ് കീറുക, കർണൻ്റെ രഥചക്രം താഴ്ന്നു കിടക്കുന്ന സമയത്ത് കർണനെ വധിക്കുന്നത്, ദുര്യോധനൻ്റെ തുടയിൽ അടിച്ചു പൊട്ടിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൗരവ പ്രധാനികളെ ഒന്നും ധാർമ്മിക രീതിയിലല്ല പാണ്ഡവര് കൊന്നത്. യുധിഷ്ഠിരന് ഇതെല്ലാം ഒരു ചിന്തയായി. കാരണം ധർമ്മത്തിലൂന്നി ജീവിച്ച ആളാണ് ആര്. അപ്പം അങ്ങനെയുള്ളവർക്കൊരിക്കലും ഒരു അധർമ്മത്തിലൂടെ നേടിയ ഒരു രാജ്യം ഭരിക്കാൻ സാധ്യമല്ല. കാരണം ഇത് കേരളത്തിലെ പൊളിറ്റിക്സ് അല്ല. അങ്ങനെയുള്ളൊരു അധർമ്മത്തിലൂടെയൊന്നും ആരും രാജ്യം ഭരിക്കാൻ അന്നത്തെ കാലത്ത് ആളുകൾ തയ്യാറായിരുന്നില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഭാരതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രമുണ്ടെന്ന്. മറ്റേത് അച്ഛനെ ജയിലിട്ട് അല്ലേ, അച്ഛനെ ജയിലിലടച്ച് മറ്റേ ഔറംഗസീബ് രാജ്യം ഭരിച്ച ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ജഹാംഗീറിനൊക്കെ അവസാനം എവിടെ കൊണ്ടുപോയിട്ടത്? ജയിലിൽ കൊണ്ടുപോയിട്ട് ചരിത്രങ്ങളൊക്കെ മുഗളന്മാരിൽ കാണാൻ നിൽക്ക്. ഇവിടെ രാജ്യം കിട്ടിയിട്ടും രാജ്യം വേണ്ട, കാരണം കുറ്റബോധം. ഇപ്പോഴിതാ മറ്റൊരു കുറ്റബോധം കൂടി, കർണൻ മൂത്ത സഹോദരനായിരുന്നു എന്നുള്ളത്. യുധിഷ്ഠിരൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്, എന്തിനാണ് അമ്മ ഈ രഹസ്യം മറച്ചു വെച്ചത്? അമ്മയ്ക്ക് എന്തുകൊണ്ടിത് പറയാമായിരുന്നില്ല? എന്തിന് ഞങ്ങൾ ജ്യേഷ്ഠനെ കൊന്നു? ഒരുപാട് ചോദ്യങ്ങൾ. കാരണം കർണനെയൊക്കെ വിളിച്ച പേരുകളും കർണനോട് കാണിച്ച കുറേ തെറ്റുകളും, എന്തിന് ഞങ്ങളിതൊക്കെ ചെയ്തു? ഇതെന്തിനാ അമ്മ മറച്ചു വെച്ചത്? അമ്മയോട് വെറുപ്പുണ്ടാവൂ? ആ അമ്മയോട് ദേഷ്യമുണ്ടാവൂ? എന്തോന്നും പറയാത്ത നിങ്ങൾ ഉണ്ടാവൂ ഇല്ലയോ? കാരണം ഇത്രയും നിങ്ങളാ മഹാഭാരതം വായിക്കണം, അപ്പോഴേ അറിയുള്ളൂ അതൊക്കെ. മനസ്സിലായില്ലേ? പലപ്പോഴും സൂതപുത്ര എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. എന്തിനു ചെയ്തു? ഈ കുറ്റബോധങ്ങളൊക്കെ വലിയ മനോവിഷമങ്ങളായി, വിഷാദങ്ങളായി യുധിഷ്ഠിരനെ വേട്ടയാടി. ഒരു കാര്യം, ഇതെന്തിനായി പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കണം, പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ പെൺകുട്ടികളൊക്കെ കുറേ മാനസിക പ്രശ്നങ്ങളിലേക്ക് വീണു പോകുന്നതിന് കാരണം ഒരു പ്രധാന കാര്യം പ്രേമം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പം അവർ കുറേ ആത്മാർത്ഥതയോടെ പ്രേമിക്കും പലരെയും. ഇതൊരു പക്ഷേ ചതികളായിരിക്കാം. ഒരാൺകുട്ടിയുടെ ഭാഗത്ത് അത്രയും ആത്മാർത്ഥത ഉണ്ടാവണമെന്നില്ല. ഇപ്പം കാണുന്നുണ്ടല്ലോ നിങ്ങൾ പല കേസുകളൊക്കെ. അങ്ങനെ ചതിയിൽപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ചിലവർക്ക് അത്തരം ചതികളെ, വഞ്ചനകളെ ഉൾക്കൊള്ളാനുള്ളൊരു പറയൂ കഴിവുണ്ടാവില്ല. കാരണം താൻ ഇത്രയും ആത്മാർത്ഥത കാണിച്ച് തന്നോട് ഇങ്ങനെ ഒരു പണി പറയൂ ചെയ്തുവല്ലോ എന്നുള്ളത് ഉണ്ടാവൂല്ലയോ? അപ്പം ഇത് തന്നെയാണ് യുധിഷ്ഠിരിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അതായത് ആത്മാർത്ഥതയെ വഞ്ചിച്ച, ആത്മാർത്ഥതയെ ചൂഷണം ചെയ്ത്, ആത്മാർത്ഥത കൊണ്ട് താൻ കടന്നു പോകുന്ന ദുരിതങ്ങൾ. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതാണ് അല്ലേ? ആണോ?
കാരണം അവരുടെയൊക്കെ ഭാഗം കേൾക്കുമ്പോൾ അവർ പറയും, ഞാൻ അത്രയും സത്യസന്ധനായി, അത്രയും സത്യസന്ധതയോടെയാണ് ഞാൻ കാര്യങ്ങൾ നോക്കിയത്, പക്ഷേ എന്നെ പറ്റിച്ചു, എന്നെ ചതിച്ചു, എന്നെ മുതലെടുത്തു, എന്നെ ചൂഷണം ചെയ്തു. കേൾക്കാറില്ല ഇങ്ങനെയൊക്കെ ഉള്ളത്? ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ട് യുധിഷ്ഠിരൻ്റെ കാര്യം നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഇന്നത്തെ പെൺകുട്ടികളെയാണ്. കാരണം യുധിഷ്ഠിരൻ ഇതുപോലെ സത്യസന്ധനായിരുന്നു, അദ്ദേഹത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ട് താൻ ഇങ്ങനെയൊക്കെ ഒരു ചതിയിലൂടെ, താൻ ഇങ്ങനെയൊക്കെ ഒരു അധർമ്മത്തിലൂടെ കടന്നുപോയതിനെ ഉൾക്കൊള്ളാൻ യുധിഷ്ഠിരന് സാധിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കും ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരില്ലേ? ഉണ്ടോ? ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യും, സത്യസന്ധമായിട്ട് വളരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. അവസാനം പണവും കൊണ്ട് വല്ലവരും പോവും, ചതിയിൽപ്പെടുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കുക നിങ്ങൾ. അതായത് വെറും സത്യസന്ധത മാത്രം പോരാ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിക്കുമ്പോൾ സത്യസന്ധത വേണം. പക്ഷേ കുരുക്കുകളിൽപ്പെട്ടാൽ, ചതികളിൽപ്പെട്ടാൽ, വഞ്ചനകളിൽപ്പെട്ടാൽ, ചൂഷണങ്ങളിൽപ്പെട്ടാൽ തളരുന്ന മനസ്സിനെ ഉയർത്തിയെടുക്കാനുള്ള ആത്മശക്തിയും വേണം. സമ്മതിക്കുമോ? പറയൂ. അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് എന്താ ഇല്ലാത്തത്? ആത്മാർത്ഥതയുണ്ടാകുമായിരിക്കാം, പക്ഷേ ആത്മബലമില്ല. പറയൂ, ശരിയാണോ പറയുന്നത്? ആത്മാർത്ഥതയുണ്ടായിരിക്കാം, പക്ഷേ ഉറക്കെ പറയൂ, ആത്മബലമില്ല. കാരണം ഞാൻ കാണാറുണ്ട് പെൺകുട്ടികൾ ഞരമ്പ് മുറിച്ചിട്ടും പെൺകുട്ടികൾ പല പ്രശ്നങ്ങളായിട്ട് പാരൻസ് കൊണ്ടുവരാറുണ്ട്. ഈ കുട്ടികളൊക്കെ പറയുന്നൊരു കാര്യം, ഞാൻ അവനെ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു സ്വാമി, അവനെന്നെ പറ്റിച്ചു. അപ്പം ഈ തരത്തിൽ ആത്മാർത്ഥത മാത്രം കൊണ്ടു നടന്നതുകൊണ്ടുള്ള ദുരിതങ്ങൾ അവരനുഭവിക്കുന്നത്. കാരണം അവരത്രമാത്രം അന്ധമായി മറ്റൊരാളെ അങ്ങോട്ട് വിശ്വസിച്ചു പോവുകയാണ്. നിങ്ങളൊക്കെ അല്പാൽപ്പം ഇതിലൊക്കെ പെട്ടുപോയിട്ടുണ്ടാവും. അത് പ്രേമമാവണമെന്നില്ല. പല സാധനങ്ങളും നമ്മൾ അങ്ങനെ വിശ്വസിച്ചിട്ട് അവസാനം ഒന്നിനും കൊള്ളാത്ത സാധനങ്ങളായിരിക്കും, ഇല്ലേ? ആണോ? പലതരത്തിൽ നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹം ഇന്നുണ്ടോ ഇല്ലയോ? പറയൂ. അതല്ലേ ഇപ്പം നമ്മുടെയൊക്കെ ഫോണിൽ ഇടക്കാലത്തുണ്ടായിരുന്നില്ലേ, നിങ്ങൾക്ക് പല കോളുകളും വരും, അപ്പം നിങ്ങളുടെ അക്കൗണ്ട്സ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കരുത്, പാസ്വേഡുകൾ കൊടുക്കരുത്, ബാങ്ക് ഡീറ്റെയിൽസ് ഇല്ലേ, പേപ്പർ വരുന്നില്ലേ? ഇതെന്തുകൊണ്ടാണ്? പലതരത്തിലും നിങ്ങളെ പറഞ്ഞു പറ്റിച്ച്, നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുണ്ട്. ചിലരോട് പറയുകയാണ്, നിങ്ങൾക്കിതാ ഒരു കൊറിയർ വന്ന് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടുണ്ട്, അതിന് കിട്ടണമെങ്കിൽ, അത് കൊറിയർ എടുക്കണമെങ്കിൽ ഇത്ര രൂപ അയച്ചു തരാം. അത് വിശ്വസിച്ച് അയച്ചു കൊടുത്തവരുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഇങ്ങനെ എത്ര എത്ര ആളുകൾ ഇങ്ങനെ കുരുക്കിൽപ്പെട്ടു പോകുന്നവരുണ്ട്. അപ്പം നമുക്ക് കേവലം ആത്മാർത്ഥത മാത്രം പോരാ. അടുത്ത വരി നിങ്ങൾ പറയണം, അവർക്ക് പറയൂ, ആത്മബലം വേണം. ജീവിതം നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. കാരണം നമ്മളൊരാളെ വിശ്വസിച്ചാലും, ശരി ശ്രദ്ധിക്കൂ, നമ്മളൊരാളെ വിശ്വസിച്ചാലും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഭാഗം ശരിയാണെന്നാണ്. പക്ഷെ പലരുടെയും കാഴ്ചപ്പാടുകൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്. അപ്പം നിങ്ങളും ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്തിരി കള്ളത്തരില്ല, പറയാൻ പറ്റില്ല. കാര്യം സാധിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഇത്തിരി പുകഴ്ത്തി പറയാറില്ലേ? ചെയ്തിട്ടില്ല എന്ന് പറയാം, ആർക്കെങ്കിലും പറയാൻ പറ്റും? ഞാൻ ചെയ്തിട്ടില്ല, ചെയ്തവരത്തിനുണ്ടാവും, പറയണ്ട, കൈ പൊക്കണ്ട. അപ്പം നമ്മൾ കാര്യം നടന്നു കിട്ടിയ മക്കളൊക്കെ അമ്മമാരെയൊക്കെ കാണാം, ഇല്ലേ? ഓ അമ്മ അങ്ങനെയാണ്, അമ്മ അങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പൊക്കി പൊക്കി വെക്കും. അപ്പം ചില അമ്മമാർക്ക് മനസ്സിലാവും, എന്ത് ഇതെന്തോ ഇവന് കാര്യം നടന്നു കിട്ടാനാണെന്ന്. ആണോ? ചില സമയത്ത് ഭർത്താവ് ഉണ്ടാവും, ചില സമയത്ത് ഭാര്യയോട് പറയണോ, നോക്ക്, അല്ലെങ്കിൽ നീ ഏത് കാര്യത്തിനും സഹായിക്കാൻ മനസ്സിലാവും. അപ്പം മനസ്സിലാക്കണം, എന്തോ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് ചില്ലറ വേണം. അതാണ് ഈ തരത്തിലൊക്കെ സോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറേ കഴിഞ്ഞ് കയ്യിലുള്ളതൊക്കെ പോയി കഴിയുമ്പോഴാണ്, തിരിച്ചു ചോദിക്കുമ്പോഴാണ് അവരുടെ തനി സ്വഭാവം നമ്മൾ കാണുക, അല്ലേ? ആണോ? ഈ ഫാമിലി കോർട്ടിലൊക്കെ പോയി നോക്കൂ നിങ്ങൾ.
എത്രയോ പൈസയൊക്കെ സ്വർണമൊക്കെ എടുത്ത് മാറ്റി, ഇല്ലേ, കേൾക്കാറില്ലേ? അതൊക്കെ ഇവൻ ഉപയോഗിച്ച് പൈസയില്ല, ജീവിതവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് എൻ്റെ ആഭരണം തിരിച്ച് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കൊടുത്ത പൈസ തിരിച്ച് പറയുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? എങ്ങനെയാ പൈസയും സ്വർണ്ണമൊക്കെ അവൻ്റെ കയ്യിൽ കിട്ടിയത്? സോപ്പിട്ട് ആ സോപ്പിൽ ഈ പെണ്ണ് പാവം വീണുപോയി. ഇപ്പൊ പെണ്ണുങ്ങളും മോശമൊന്നുമല്ല കേട്ടോ, ആണുങ്ങളെ പറ്റിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതറിയോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഒരിക്കലും ഒരുത്തൻ ഇങ്ങനെ പോക്കറ്റ് അടിച്ച് ജീവിക്കുന്ന ഒരുത്തുണ്ടായിരുന്നു. ബസ്സിലൊക്കെ കയറിയ ആളുകളെ പോക്കറ്റ് അടിക്കുക, മാല മോഷ്ടിക്കുക, ഇതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ. ഇവനെ ഒരിക്കൽ പോലീസ് പിടിച്ച് ഇവനെ കൊണ്ടുപോകുമ്പോൾ ഇവൻ്റെ പോക്കറ്റിൽ ആരുടെയോ സ്വർണ്ണോ എന്തോ ഉണ്ട്. അപ്പം ഇവൻ്റെ പോക്കറ്റിൽ അത് കിടക്കുന്നുണ്ട്. ഇവൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് അവിടെ കാണുന്നില്ല. അപ്പോൾ പോലീസ് തപ്പി നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് പോലീസ് വിട്ടു. പക്ഷെ ഇവൻ അതിനെക്കുറിച്ച് അന്വേഷണമായി. ഇതാരാണ് കള്ളന്? എങ്ങനെ ഒരു ഭാഷയില്ലേ, എങ്ങനെ എന്താണ് കള്ളന് കഞ്ഞി വെച്ചവൻ ആരാണ്? അങ്ങനെ നോക്കുമ്പോൾ കണ്ടുപിടിച്ച ഒരു പെണ്ണാണ്. അപ്പം ചെറുപ്പക്കാരിയാണ് അവള്. അപ്പം അവസാനം ഇവനാണെങ്കിൽ കല്യാണം കഴിച്ചില്ല. സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്ന തിരുവോണം. ഇവൻ വിചാരിച്ച് ഒരേ പ്രൊഫഷനിലുള്ളവർ കല്യാണം കഴിച്ചാൽ ആ പ്രൊഫഷൻ നന്നാവും. അങ്ങനെ ഒരു പ്രൊഫഷണൽ മാരേജായി രണ്ടുപേരുടെ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവള് ഗർഭിണിയായി. അപ്പം മര്യാദയ്ക്ക് പ്രസവിക്കില്ല, സിസേറിയൻ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം സിസേറിയൻ ചെയ്യാൻ ഡോക്ടറും എല്ലാം വന്നു. ഡോക്ടർ സിസേറിയനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ കയ്യിലുള്ള നവരത്ന മോതിരമൊക്കെ ഒരു ഭാഗത്ത് ഊരിയിട്ടു. സാധാരണ എല്ലാ ഡോക്ടർമാരും ചെയ്യുന്നതാണ്, ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് എല്ലാ മോതിരമൊക്കെ. ഇത് കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് മോതിരം കാണാനില്ല. തപ്പി മടുത്തു. നേഴ്സുമാരെയൊക്കെ ഒത്തിരി സംശയിച്ചു. നേഴ്സുമാർ പറഞ്ഞു, ഇല്ലേ സാർ, ഞങ്ങൾക്ക് ഇങ്ങനെ ഉള്ള പണിയില്ലേ. അങ്ങ് കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ പ്രസവിച്ചു വന്ന കുട്ടിയുണ്ടല്ലോ, അതിങ്ങനെ കൈമുഷ്ടി, ഇങ്ങനെയല്ലേ കുട്ടികൾ കൈപിടിക്കുക. അപ്പോൾ ഈ ഒരു നേഴ്സിന് സംശയം ഒന്ന് തുറന്നു നോക്കി, മോതിരം കിടക്കണു. കാരണം ഈ അച്ഛൻ്റെ അമ്മയുടെ അതേ സ്വഭാവം ഇത് ചെറുപ്പത്തിലേ തുടങ്ങിയിരിക്കുക. പാവം കുട്ടികളെ അങ്ങനെ കളിയാക്കാൻ പാടില്ല, ബേബീസിനെ. തമാശയായിട്ട് പറയുകയാണത്. അപ്പം പറഞ്ഞു വരുന്നത് അതേ സ്വഭാവം. അപ്പം ഇങ്ങനെയൊക്കെ ആത്മാർത്ഥമായി പലതും ചെയ്യുമ്പോഴും ചില ചതികളിൽ വീണാൽ അതിൽ നിന്ന് പുറത്ത് കടക്കൽ അത്ര എളുപ്പമല്ല. യുധിഷ്ഠിരൻ അങ്ങനെയൊരു മാനസികമായ ഒരു വലിയ ട്രാപ്പിൽ, ഒരു കുഴിയിൽ വീണ് കിടക്കുകയാണ്. ഈ യുധിഷ്ഠിരനെ സാക്ഷാൽ കൃഷ്ണനും വ്യാസഭഗവാനും ഉപദേശിച്ചു. ഈ ശ്ലോകം നിങ്ങളെല്ലാം മാർക്ക് ചെയ്ത് വെക്കണം. ഇത് വരുന്നത് 9-ാമത്തെ പ്രഥമസ്കന്ധം 9-ാമത്. ഇതൊക്കെ വളരെ ആവശ്യമാണ് നമുക്ക്. കാരണം ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്തരം ശ്ലോകങ്ങൾ നമ്മുടെ കണ്ണു തുറപ്പിക്കും. 9-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകം. ഭാഗവതം നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം മാർക്ക് ചെയ്ത് വയ്ക്കണം. പ്രഥമസ്കന്ധം 9-ാം അധ്യായം 15-ാം ശ്ലോകം. അവിടെ നിങ്ങൾക്ക് കാണാം, എത്ര ധർമ്മസുതോ രാജ. വായിക്കാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഞാൻ പറയുന്നത് കാണുന്നുണ്ടോ? എത്ര ധർമ്മസുതോ രാജ ഗദാപാണിർവൃഗോദര കൃഷ്ണോസ്തി ഗാണ്ഡീവം ചാപം സുഗത് കൃഷ്ണസ്തോ വിപത്. ഇതാണ് ശ്ലോകം. എന്താ പറയുന്നത്? ധർമ്മസുതനായ രാജാവിന് ഗദാപാണിർ വൃഗോദര, സോറി ഇതല്ല, സോറി ഈ ശ്ലോകമല്ല. ഇവിടുന്ന് 8-ാമത്തെ അധ്യായത്തിൽ ഇത് 8-46 ഇത് ഭീഷ്മർ പറയുന്നതാണ്. 8-46 വ്യാസാദി ഈശ്വരേരജ്ഞേ കൃഷ്ണേനത്ഭുത കർമ്മണ പ്രബോധോ വിധിഹാസേനാ ബുദ്ധ്യത ശുചാർപ്പിത. ഇതാണ് ശ്ലോകം. 1-ാം സ്കന്ധം 8-ാം അധ്യായം 46-ാം ശ്ലോകം. വ്യാസാദി എന്ന് പറഞ്ഞാൽ വ്യാസഭഗവാനും കൃഷ്ണൻ, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനും പ്രബോധോപി പ്രബോധനം നൽകി എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങൾ നൽകി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൗൺസിലിംഗ് നൽകി. ആർക്ക്?
ആർക്കാണ്? ഇതാർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? യുധിഷ്ഠിരന്. അപ്പൊ കൃഷ്ണനും വ്യാസഭഗവാനും ഒക്കെ പറഞ്ഞു പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടും നാബുദ്ധ്യത, ആ യുധിഷ്ഠിരൻ്റെ മനസ്സിനെ അവർക്ക് ആ വിഷാദത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം എന്താണ്? ശുചാർപ്പിത. ആ വാക്ക് വളരെ പ്രധാനമാണ്. ശുചാർപ്പിത. ശുചാർപ്പിത എന്ന് പറഞ്ഞാൽ ശുച അർപ്പിത. ശുചം എന്ന് പറഞ്ഞാൽ ദുഃഖം. ദുഃഖത്തിൽ അർപ്പിതമായ, ദുഃഖത്തിൽ വീണ് കിടക്കുന്ന യുധിഷ്ഠിരൻ്റെ മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ സാക്ഷാൽ കൃഷ്ണനും വേദവ്യാസ മഹർഷിക്കും നാബുദ്ധ്യത സാധിച്ചില്ല. നോക്കണം, സാക്ഷാൽ വ്യാസഭഗവാൻ കൗൺസിൽ ചെയ്തു, സാക്ഷാൽ കൃഷ്ണൻ കൗൺസിൽ ചെയ്തു. ആരെ? യുധിഷ്ഠിരനെ. ഭാഗവതത്തിലെ വരികളാണ്. നാബുദ്ധ്യത. ബുദ്ധ്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ആ ദുഃഖത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം എന്താണ്? ശുചാർപ്പിത. എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? ഒരാളുടെ മനസ്സ് അല്പമൊരു തീവ്രമായ വാശിയിൽ അല്ലെങ്കിൽ അമിതമായ കുറ്റബോധത്തിൽ അവരുടെ ദുഃഖങ്ങളെ അയവിറക്കി അതിൽ തന്നെ മുറുകെ പിടിച്ചു നിന്ന് തനിക്ക് തൻ്റെ യുക്തിക്കനുസരിച്ച ഒരു ഉത്തരം കിട്ടാത്തിടത്തോളം കാലം അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരാൾക്കും പറയൂ സാധ്യമല്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഒരു ഉത്തരം കിട്ടിയാലേ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ചില സമയത്ത് അച്ഛനും അമ്മയും മക്കളെ ഉപദേശിച്ചിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത്. കാരണം ഓരോരുത്തരുടെയും ഒരു സെൽഫ് കൺവിക്ഷൻ മറ്റൊരാളിൽ നിന്നും പറയൂ വ്യത്യസ്തമാണ്. സാക്ഷാൽ കൃഷ്ണൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കയറാൻ പറ്റിയില്ല. പറഞ്ഞാലോചിച്ച് നോക്കൂ. കൃഷ്ണൻ പറഞ്ഞിട്ടും യുധിഷ്ഠിരൻ്റെ മനസ്സിന് ആ ദുരിതത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഉറക്കെ പറയൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തല്ലേ, അവനവൻ്റെ മനസ്സിനെ ഉയർത്താൻ ആർക്കേ സാധിക്കുള്ളൂ? അവരവർക്കേ പറ്റുള്ളൂ. വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതു പോകരുത് കേട്ടോ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ അമ്പലത്തിൽ പോകണം. എന്തിനാണ് അമ്പലത്തിൽ പോവേണ്ടത്, അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ശാസ്ത്രീയമായി മനസ്സിലാക്കി പോയാൽ അതൊരു കൗൺസിലിംഗ് ആവും, സെൽഫ് കൗൺസിലിംഗ് ആവും. നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ആത്മബലം രൂപപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ ആത്മബലം രൂപപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് ശരിയല്ല, ആ രീതി ശരിയല്ല. കാരണം നിങ്ങൾ വെറുതെ അമ്പലത്തിൽ പോവുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നം ഭഗവാൻ പരിഹരിക്കുന്ന. ഇവിടെ സാക്ഷാൽ കൃഷ്ണന് പോലും യുധിഷ്ഠിരൻ്റെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ അവർക്ക് പറയൂ സാധിച്ചില്ല. കണ്ടു, വരികൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം ശ്ലോകങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുക, ഇത് പഠിക്കുക. ഇതാണ് ഭാഗവതം. വ്യാസാദ്യേ ഈശ്വരേ രാജ്ഞേ കൃഷ്ണേ അത്ഭുത കർമ്മണ പ്രബോധോവിതിഹാസൈ. ഇതിഹാസങ്ങളും മറ്റും പറഞ്ഞു കൊടുത്തു, പല കഥകളും പറഞ്ഞു കൊടുത്തു. നാബുദ്ധ്യത ശുചാർപ്പിത. ശുദ്ധത്തിൽ ദുഃഖത്തിൽ അർപ്പിതമായിരിക്കുന്ന, ദുഃഖത്തിൽ മുഴുകിക്കിടക്കുന്ന, ദുഃഖത്തിൽ ഉറച്ചിരിക്കുന്ന, ആ വിഷമത്തിലും വിഷാദത്തിലും മുഴുകിക്കിടക്കുന്ന യുധിഷ്ഠിരൻ്റെ മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ കൃഷ്ണനും വ്യാസനും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജീവിച്ചിരുന്ന കൃഷ്ണനെ പറ്റിയിട്ടില്ല, മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ യുധിഷ്ഠിരനെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാ കൃഷ്ണൻ കൊണ്ടുപോയത്? കൃഷ്ണൻ പ്രതീക്ഷ വിട്ടില്ല. കൃഷ്ണൻ യുധിഷ്ഠിരനെയും കൊണ്ടുപോകുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്കാണ്. കൃഷ്ണൻ 4 പ്രാവശ്യമാണ് കുരുക്ഷേത്രത്തിൽ പോയത്. 4 പ്രാവശ്യം.
ഒന്ന് അർജുനൻ്റെ രഥവും കൊണ്ട് യുദ്ധത്തിന്, പിന്നെ 18 ദിവസം പോയി, അത് വേറെ കാര്യം. ഞാൻ പറയണത് 4 പ്രത്യേക സിറ്റുവേഷനിൽ പോയിന്ന, അല്ലാതെ 4 പ്രാവശ്യം പോയി എന്നല്ല. 18 ദിവസം എന്തായാലും പോകണമല്ലോ. ഒരു പ്രാവശ്യം ഒന്നാമത്തെ സിറ്റുവേഷൻ യുദ്ധമാണ്, അതിന് പോയി. 2 അശ്വത്ഥാമാവിനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോയി. അശ്വത്ഥാമാവിനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയി. 3-മത്തത് യുധിഷ്ഠിരനെ ഭീഷ്മാചാര്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോയി. 4-മത്തത് ഗാന്ധാരിയുടെയും മറ്റും കൂടെ യുദ്ധക്കളത്തിൽ നടന്ന കാര്യങ്ങൾ ഗാന്ധാരിക്ക് സഞ്ജയൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഗാന്ധാരി നിർബന്ധിച്ചു, കൃഷ്ണ കൂടെ വരണമെന്ന്. അവിടെ വെച്ചിട്ടാണ് കൃഷ്ണനെ ഗാന്ധാരി ശപിക്കുന്നതൊക്കെ. ഇങ്ങനെ ഒരു 4 സന്ദർഭത്തിൽ കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോകും. ഇപ്പോഴിതാ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭീഷ്മരുടെ അടുത്തേക്ക് കൃഷ്ണൻ യുധിഷ്ഠിരനെയും കൊണ്ടുപോവുക. ആ ഭീഷ്മരെ ഈ കോലത്തിലാക്കിയതാരാ? ആ ശരത്തിൻ്റെ മുകളിൽ കിടത്തിയത് ആരാ? യുധിഷ്ഠിരനും കൃഷ്ണനൊക്കെ കൂടെ ചേർന്നിട്ടല്ലേ? അതിൽ തീർച്ചയായിട്ടും കൃഷ്ണനല്ലേ പങ്ക്. കാരണം ഭീഷ്മരുടെ മുന്നിലേക്ക് ശിഖണ്ഡിയെ വിട്ടത് കൃഷ്ണനാണ്. നല്ലോണം ഭീഷ്മർക്കറിയാം. അർജുനനെ കൊണ്ട് തൻ്റെ പുറത്ത് ഭീരുക്കളെപ്പോലെ അമ്പയിച്ചതും അർജുനൻ ചെയ്യില്ലായിരുന്നു. അർജുനൻ പറഞ്ഞു, കൃഷ്ണ എന്താ പറയുന്നത്? ക്ഷത്രിയന് ചേർന്ന പണിയാണോ ഞാൻ ചെയ്യുന്നത്? അതായത് തൻ്റെ ശത്രു തിരിഞ്ഞു നിൽക്കുമ്പോൾ പുറത്തു നിന്ന് അമ്പയ്യ എന്ന് പറയുന്നത് ക്ഷത്രിയന്മാർക്കൊരിക്കലും ചേർന്ന പ്രവൃത്തിയല്ലത്. അർജുനൻ നിഷേധിച്ചു ആദ്യം. കൃഷ്ണൻ പറഞ്ഞു, പിന്നെ ഭീഷ്മര് തിരിഞ്ഞു നിന്നാൽ നിന്റെ കാര്യം തീരുമാനിക്കും. അതിനുള്ള കരുത്തും കഴിവും ഇല്ലേ അർജുന നിനക്ക്? അല്ലാതെ നീ പ്രസംഗിച്ചിരിക്കരുത് എന്ന്. മനസ്സിലായില്ലേ? കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ പാണ്ഡവർക്കൊരിക്കലും ആ യുദ്ധം ജയിക്കാൻ പറ്റില്ല. കാരണം ഇവരൊന്നും തോൽപ്പിക്കൽ അത്ര എളുപ്പമായിരുന്നില്ല. അവരുടെയൊക്കെ ദൗർബല്യങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് പാണ്ഡവർക്ക് കൃഷ്ണൻ ആ യുദ്ധം ജയിക്കാനുള്ള വഴി ഒരുക്കി കൊടുത്തത്, അല്ലേ? ആണോ? ഇവിടെ ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് എത്തുന്നു കൃഷ്ണനും യുധിഷ്ഠിരനും. പാഞ്ചാലിയൊക്കെ ഉണ്ട് കൂടെ, എല്ലാവരും ഉണ്ട്. എല്ലാവരും പറഞ്ഞു ഞങ്ങളും വരുന്നു എന്ന്. അവരെ കണ്ടതും ഭീഷ്മരാണെങ്കിൽ ശരത്തിൻ്റെ മുകളിൽ കിടക്കുകയാണ്. കൃഷ്ണൻ എത്തി എന്നത് കേട്ടതും കണ്ണിൽ നിന്ന് ധാരധാരധാരയായിട്ടങ്ങനെ കണ്ണുനീര്. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാനും വന്നിട്ടുണ്ട് എന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. യുധിഷ്ഠിരനും കരഞ്ഞു. യുധിഷ്ഠിരൻ കരുതിയത് ഭീഷ്മര് കരയുന്നത് ഒന്ന് കുത്തിക്കീറുന്ന ശരത്തിൻ്റെ വേദന, വേറൊരു വശത്ത് പാണ്ഡവന്മാര് തന്നോട് കാണിച്ച ഈ ചതിയെ, വഞ്ചനയെ ഓർത്തൊക്കെ ആയിരിക്കാം ഇദ്ദേഹം കരയുന്നത് എന്നാണ്. പക്ഷേ ഭീഷ്മര് കരയുന്നത് ഇതിനൊന്നും ആയിരുന്നില്ല. ഭീഷ്മര് കരഞ്ഞത് യുധിഷ്ഠിരനോട് പറയാണ്, കഷ്ടം എൻ്റെ യുധിഷ്ഠിര, നിന്നെപ്പോലെ ഭാഗ്യമുള്ളവനും ഭാഗ്യമില്ലാത്തവനും ഇന്ന് ഭൂമിയിലുണ്ടോ? എന്താ നിൻ്റെ ഭാഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്കാർക്കും കിട്ടാത്തൊരു ഭാഗ്യം നിനക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് ആ ഭാഗ്യം? സുഹൃത് കൃഷ്ണ നിങ്ങളുടെ കൂടെ നിഴലായി നടക്കുന്നു. ആര്? സാക്ഷാൽ കൃഷ്ണൻ. പക്ഷെ നിങ്ങളുടെ ഭാഗ്യക്കേട് എന്താ അറിയോ? ആ കൃഷ്ണനെ പ്രയോജനപ്പെടുത്താനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലാതെ പോയി, അതിനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതെ പോയി. കൃഷ്ണനെ നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ കൃഷ്ണനെ കാണേണ്ടത്? കൃഷ്ണനെ നമ്മൾ കാണേണ്ടിയിരുന്നത്, ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം, ദൈവമായിട്ടായിരുന്നില്ല. നമ്മൾ ഹിന്ദുക്കൾ വലിയൊരു തെറ്റിലാണ് ഇപ്പം അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. കൃഷ്ണനെ ഒരു ദൈവമായി കാണുമ്പോഴാണ്
അന്ധവിശ്വാസങ്ങളിലേക്ക് വീണു പോകുന്നത്. കൃഷ്ണനെ കാണേണ്ടത് ആരായിട്ട് കാണേണ്ടിയിരുന്നു? കൃഷ്ണനെ കാണേണ്ടത്, നിങ്ങൾ അതിനാണ് ഭാഗവതമൊക്കെ പഠിക്കണമെന്ന് പറയുന്നത്. ഭാഗവതത്തിൽ 1-ാം വോള്യത്തിൻ്റെ, നിങ്ങളെയൊക്കെ ഒറ്റ വോള്യം 2 വോള്യല്ലേ ഭാഗവതം കംപ്ലീറ്റ് അല്ലേ? അതിൽ 1-ാമത്തെ വോള്യം അവസാനിക്കുന്നത് 7-ാം സ്കന്ധം 15-ാം അധ്യായമാണ്. അതിൽ 76-ാമത് ശ്ലോകം എടുക്കുക. ലാസ്റ്റ് പേജിൽ കാണാം 76-ാമത് ശ്ലോകം. ഇതൊന്ന് ശ്രദ്ധിച്ചു പഠിക്കണം. കൃഷ്ണനെ എങ്ങനെ കാണണം? ഇത് നാരദ മഹർഷി പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകമാണ്. ഇതൊക്കെ പിന്നീടാണ്, യുദ്ധത്തിന് ശേഷമാണ് പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകം. കൃഷ്ണനെ എങ്ങനെ കാണണം? 1-ാം വോള്യത്തിൻ്റെ ലാസ്റ്റ് പേജ് 76-ാം ശ്ലോകം. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? എങ്ങനെയാ കാണാൻ പറയുന്നത്? സവാ അയം ബ്രഹ്മ മഹദ്ബ്രഹ്മജ്ഞം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയസുഖത്വാകലുമാതുലേയ ആത്മാർഹണീയോ വിധിഗത്കുരുശ്ച. എന്താ പറയണത്? പാണ്ഡവരെ, നിങ്ങൾ ഈ കൃഷ്ണനെ കാണുന്നത് പ്രിയനായും സുഹൃത്തായും ദൈവമായും, അതായത് കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു ആളായി കൃഷ്ണനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമേ ഉള്ളൂ. കാര്യം നടത്തിത്തരുന്ന ദൈവരൂപത്തിലല്ല ആരെ കാണേണ്ടത്? പറയൂ ഉറക്കെ. കൃഷ്ണനെ കാണേണ്ടത് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയം ചെയ്തു തരുന്ന സുഹൃത്തായിട്ടും ദൈവമായിട്ടും അമ്മാവനൊക്കെ ആയിട്ടും കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ്. പിന്നെ എങ്ങനെ കാണണം? ആത്മാർഹണിയോ വിധികൃത് ഗുരുശ്ച. എങ്ങനെ കാണണം? ദൈവമായി കാണാനല്ല പഠിപ്പിക്കുന്നത്. ആരെ കാണണം? നോക്കൂ, ശ്ലോകം നോക്കൂ നിങ്ങൾ. ഇതൊക്കെ പഠിക്കണം നമ്മൾ. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വഴി തെറ്റിക്കരുത് കുട്ടികളെ. ദൈവമായി കാണാനല്ല ഭാഗവതം പഠിപ്പിക്കുന്നത് വിധികൃത് ഗുരുശ്ച. ആരായിട്ട് കാണണം? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, കൃഷ്ണനെ നിങ്ങൾ ഉപാസിക്കുന്നത് കേവലം ഒരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ നാമം ചൊല്ലിയാൽ മാത്രം പോരാ. കൃഷ്ണൻ തന്ന ഉപദേശം നിങ്ങൾ പഠിക്കണം. ഗീത പഠിക്കണം. ഗീത പഠിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുക കൃഷ്ണൻ എന്താ പറയണത് എന്നുള്ളത്? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കൃഷ്ണൻ നമ്മളെ പടിപടിയായി മാനസികമായി ഉയർത്താനുള്ള വഴികളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് പടിപടിയായി ഉയരാനുള്ള മാർഗങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഗീതയും മറ്റും നമ്മളൊന്ന് വായിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടത്. നമ്മൾ ഹിന്ദുക്കൾ അതൊന്നും പഠിച്ചില്ല വാസ്തവത്തിൽ. നമ്മളതിന് പകരം കൃഷ്ണനെ ദൈവമായി കണ്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടാക്കി. നമുക്ക് പ്രാർത്ഥനയായിരുന്നില്ല വേണ്ടത്, നമുക്ക് പരിശീലനമായിരുന്നു വേണ്ടത്. എന്തായിരുന്നു? ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് നാമ പരിശീലനമായിരുന്നു. എന്ത് പരിശീലനം? ഒക്കെ പറയൂ. നാമപരിശീലനം. ഇതാണ് ഇവിടെ ഭീഷ്മാചാര്യൻ പറയുന്നത്. കഷ്ടം, കൃഷ്ണനെ കേവലം കാര്യത്തിനായി കൊണ്ടു നടന്ന് ഇന്ന് തളരേണ്ട ഗതികേട് വന്നില്ലേ? പിന്നെ അവിടെ വെച്ച് അങ്ങോട്ട് ഉപദേശിക്കുകയാണ്. യുധിഷ്ഠിര, ഇരുന്ന് കരഞ്ഞതുകൊണ്ട് ജീവിതം നേരെയാക്കാന്ന് വിചാരിക്കണ്ട. കരഞ്ഞതുകൊണ്ട് ജീവിതം നേരെയാക്കാൻ പറ്റില്ല. കഴിഞ്ഞ തൊട്ട് ഇനി നിങ്ങൾക്ക് ആർക്കും മാറ്റിയെടുക്കാനും സാധ്യമല്ല. കുറ്റബോധങ്ങളും വിഷമങ്ങളും വേദനകളും അയവിറക്കിയാൽ, ശ്രദ്ധിക്കുക എന്താ പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധങ്ങളും വിഷമങ്ങളും വേദനകളും നിങ്ങൾ ആവർത്തിച്ച് അയവിറക്കിക്കൊണ്ടാൽ എന്താ സംഭവിക്കുക അറിയോ? ദുരിതങ്ങൾ ഒന്നിനു പുറകിൽ ഒന്ന് വരും. കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? മനസ്സിന് കർമ്മങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും.
ഈ ഭൂമിക്ക് ഭൂഗുരുത്വാകർഷണമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ മനുഷ്യൻ്റെ മനസ്സിനും ആകർഷണമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചില്ല. നമ്മൾ ടൗണിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പലതും വിൽക്കുന്ന സ്ഥലത്തൊക്കെ തലയിട്ട് നോക്കുമോ? കണ്ണെത്തി നോക്കുമോ? ഇല്ല. നോക്കുമോ? എന്തോ ഒന്നും മിണ്ടാത്തത്. ഒരു സാരി എടുത്താൽ ഒരു സാരി ഫ്രീ. ചാടി കയറുമോ? ഇല്ല. നോക്കുമോ? നോക്കും. അപ്പം മനസ്സിന് ആകർഷണമുണ്ട്. എന്തുണ്ട്? മനസ്സിന് ആകർഷണമുണ്ട്. മനസ്സ് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഉച്ച സമയത്ത് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. വിശപ്പങ്ങോട്ട് തലയിൽ കയറിക്കഴിഞ്ഞാൽ മനസ്സ് ഭക്ഷണത്തിലേക്ക് ആകർഷിക്കും. ഇല്ലേ? ഒരു മഞ്ഞ നിറത്തിലൊരു ചെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ണം വഴിയിൽ കടന്നാൽ അതങ്ങോട്ട് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകാൻ തോന്നുമോ? മൈൻഡ് ചെയ്യാതെ പോകാൻ തോന്നുമോ? ഇതൊന്നും മിണ്ടാത്ത നിങ്ങൾ തോന്നുമോ? എന്തു ചെയ്യും? എടുത്തു നോക്കും. അപ്പം മനസ്സിന് ആകർഷണമുണ്ട്. എന്തുണ്ട്? ആകർഷണമുണ്ട്. പ്രേമെന്ന് പറയുന്നത് എന്താ? പ്രേമെന്ന് പറയുന്നാൽ എന്താണ്? അതൊരു ആകർഷണം. അപ്പം മനസ്സ് ആകർഷിക്കുന്നു. ശ്രദ്ധിക്കുക, എപ്രകാരമാണോ അതിൻ്റെ ചിന്തകൾ അപ്രകാരം അത് ആകർഷിക്കും. അതുകൊണ്ടാണ് ചിലർക്ക് ദുരിതം ഒഴിഞ്ഞു മാറാത്തത്. ഏ യഥാ മാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹം. നിങ്ങൾ എപ്രകാരമുള്ള മനസ്സ് കൊണ്ടു നടക്കുന്നു അപ്രകാരം തന്നെ നിങ്ങൾക്ക് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലർ നന്നാവാത്തതിൻ്റെ കാരണം എന്താണ്? എന്നും ഇല്ലായ്മയും പോരായ്മയും ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ തന്നെ അനുഭവങ്ങൾ അടുക്കി വരും. കാരണം മനസ്സത്തരം ദുർബലതകളെ ആകർഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങളിനി എത്ര അമ്പലങ്ങളിൽ ചെന്ന് ദുരിതം മാറണമെന്ന് പ്രാർത്ഥിച്ചാലും മനസ്സിലെ ചിന്തകൾ മാറ്റാത്തോടത്തോളം കാലം ദുരിതങ്ങളെ മാറ്റാൻ ഒരാൾക്കും പറയൂ സാധ്യല്ല. ദുരിതം മാറണ്ടേ? ദുഃഖം മാറണ്ടേ? വേണോ? എങ്ങനെയാ മാറ്റുക? ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും മനസ്സിൽ നിന്ന് മാറ്റാൻ യുധിഷ്ഠിര ഒരു വഴിയുള്ളൂ. യസ്യ സ്മരണമത്രേണ ജന്മസംസാരബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ യസ്യ സ്മരണമത്രേണ ജന്മസംസാരബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എന്താ വേണ്ടത്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനം. യുധിഷ്ഠിര, നീ പ്രയത്നിച്ചാൽ നിന്റെ ഉള്ളിലുള്ള ഈ ദുരിത ദുഃഖങ്ങളെ മാറ്റാം. ദുരിത ദുഃഖങ്ങളിൽ നിന്ന് നിന്റെ മനസ്സ് മാറിയാൽ നിന്റെ പിതൃക്കൾക്ക് പോലും അതുകൊണ്ട് അനുഗ്രഹമാണ്. ഇതെപ്പോഴും ഓർക്കുക നിങ്ങൾ. മരിച്ചവർക്ക് പോലും ഗതി കിട്ടാൻ നമ്മുടെ നാമജപത്തിന് സാധിക്കുന്നുള്ളത് പ്രഹ്ലാദനോട് നരസിംഹം പറയുന്നൊരു ശ്ലോകമുണ്ട്. ത്രിസപ്തഭിപിതാപൂത എന്നുള്ളൊരു വാക്കുണ്ട്. ഏ പ്രഹ്ലാദ, നിന്റെ ഭക്തി കൊണ്ട് ത്രിസപ്തഭിപിതാപൂത. പൂത എന്ന് പറഞ്ഞാൽ പരിശുദ്ധരായി എന്നാണ്. അപ്പം നാമം ജപിക്കുമ്പോൾ, മനസ്സുകൊണ്ട് നാമം ജപിക്കുമ്പോൾ മരിച്ചുപോയവർക്ക് പോലും അതുകൊണ്ട്
അവരൊക്കെ പറയൂ, ഗതി കിട്ടും. പിന്നെ ഉണ്ടോ കൂടെയുള്ളവർക്ക്? അപ്പം ഈ നാമജപത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നാമം എന്തിനാ ജപിക്കുന്നത്? നാമം എന്തിനാ ജപിക്കുന്നത്? ഇത് നമ്മളോട് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവണം. എന്തിനാ നാമം ജപിക്കുന്നത്? 4 കാര്യങ്ങൾക്കാണ്. ഞാൻ പറയുന്നത് എഴുതി വെക്കണം നിങ്ങൾ, കാരണം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നാമം ജപിക്കുന്നത് 1, അന്തർദൃഷ്ടി, ഉൾക്കണ്ണ് തുറക്കാൻ. ജപിച്ച് 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 നമ്മുടെ അന്തർദൃഷ്ടി ഉണരും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ നടക്കുന്നത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായ. ഉള്ളിൽ നടക്കുന്നത് ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അന്തർദൃഷ്ടി. ജപിച്ച് 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 ആത്മശക്തി. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ. ജപിച്ച് 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 അവസാനം ആത്മബോധം, ആത്മലയം. നാമത്തിൽ അങ്ങനെ മനസ്സ് ലയിക്കും. ജപിച്ച് 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 നമുക്ക് മറ്റുള്ളവർക്ക് ആത്മജ്ഞാനം, മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ദുരിതം മാറുന്നു എന്ന് മാത്രമല്ല, മറ്റൊരാൾക്ക് ദുരിതത്തിൽ നിന്ന് പുറത്ത് കടക്കാനുള്ളൊരു വഴി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോഴിതാ ഭീഷ്മാചാര്യർക്ക് ഈ വഴി യുധിഷ്ഠിരന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അനുഷ്ഠാനം കൊണ്ട് നടന്നതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇരുന്ന് ജപിക്കണം. എവിടെയോ ഒരു ജപ സംസ്കാരം നമുക്ക് പോയി. 3 വാക്കുകൾ നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവരുത്. ഇത് 3 എടുത്ത് കളയണം. ഏതൊക്കെയാണ്? 1, ദൈവത്തെ വിശ്വസിക്കരുത്. 2, ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. 3ാമത്തത്, ദൈവം നമ്മുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്തൊക്കെയാ പറഞ്ഞത്? ഇത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആണോ? നിങ്ങളെന്താ ഉറങ്ങാണോ? ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ? ദൈവവിശ്വാസം ഉണ്ടോ? ഉണ്ട്. എത്ര പേർക്ക് ദൈവവിശ്വാസമുണ്ട്? കൊള്ളരുതാത്തവരാ. എനിക്കൊരു വിഷമവുമില്ലേ നിങ്ങളോടത് പറയാൻ. കാരണം ഇത് ഹിന്ദുവിൻ്റെ വാക്കല്ല. ഇത് നിങ്ങൾ തെറ്റു മനസ്സിലാക്കിയത് കൊണ്ടാണ്. ദൈവത്തെ വിശ്വസിക്കരുത്, അത് നമ്മുടെ ഭാഷയല്ല, അത് ഇതര മതക്കാരുടെ ഭാഷയാണ്. നിങ്ങളത് ഭാഷ പറയാൻ കാരണം നിങ്ങൾക്ക് ശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ്. ആദ്യം നിങ്ങൾ ദൈവം ആരാന്ന് പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് ദൈവം ഒരു വിഗ്രഹമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായി കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കണം. എന്നാൽ ദൈവം ഒരു പ്രതിഷ്ഠയല്ല. ആദ്യം നിങ്ങളത് ക്ലിയർ ആക്കണം. ആരാണ് ദൈവം? ആരാ ദൈവം? നമ്മൾ ഈ ദൈവം എന്നുള്ള വാക്ക് പറയുമ്പോൾ ഹിന്ദുക്കൾ ഉപയോഗിക്കേണ്ട വാക്ക് ഈശ്വരൻ, പരമാത്മാ എന്നാണ്. ആരാണ്? പരമാത്മാവെന്നാണ് ഭാരതീയർ ഈശ്വരനെ വിളിച്ചത്. എന്താ വിളിച്ചത്? പരമാത്മാ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി. ഈശ്വരൻ ആരാണ്? ആത്മാ, പ്രിയ ആത്മാ, പരമാത്മാ. ഭഗവത്ഗീതയിൽ 13-ാം അധ്യായം. നിങ്ങൾ ഗീത പഠിക്കണം. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അപ്പോഴേ കിട്ടുള്ളൂ. ഈശ്വരൻ ആരാണ്? ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആത്മാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മുടെ സംസ്കൃത ഭാഷയ്ക്കൊരു പ്രത്യേകത എന്താ അറിയോ?
അക്ഷരങ്ങൾക്ക് പോലും അർത്ഥമുള്ള ഭാഷയാണ് സംസ്കൃതം. ഇതിനാണ് ഓരോ അക്ഷരങ്ങൾക്ക് പോലും അർത്ഥമുണ്ട്. പക്ഷെ എന്തോ നമ്മുടെ കഷ്ടകാലത്തിന് ആരും നമുക്കൊന്നും പറഞ്ഞു തന്നില്ല. നിങ്ങൾ ഡെയിലി ചൊല്ലേണ്ട 2 ശ്ലോകം ഗീതയിൽ അത് ചൊല്ലി പഠിക്കണം. നിങ്ങൾ ഡെയിലി നിങ്ങളത് ചൊല്ലുക, അത് ശീലിച്ചു നോക്കൂ. നിങ്ങൾ 15-ാം അധ്യായത്തിൽ 14-ഉം 15-ഉം ഇത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കുക. ഗീതയിൽ 14-ഉം 15-ഉം, 15-ാം അധ്യായത്തിലെ 14-ഉം 15-ഉം ഈ ഡെയിലി നിങ്ങൾ ചൊല്ലുക. ഏതൊക്കെ ശ്ലോകങ്ങളാണ്? ഏതൊക്കെ ശ്ലോകങ്ങളാണ് ഗീതയിലെ? 14-ഉം 15-ഉം ഡെയിലി. അത് വിട്ടുവീഴ്ച ചെയ്യരുത്. അവിടെ കൃഷ്ണൻ പറയും, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ച ദുർവിധം. ഇതിൻ്റെ അർത്ഥം ഞാൻ പിന്നീടൊരു സന്ദർഭത്തിൽ പറയാം. അത് സമയം വരുമ്പോൾ പറയാം. അടുത്ത വരി, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട മത്തസ്മൃതി ജ്ഞാനമബോഹനം ച വേദൈഷ സർവൈരഹമേവ വേദ്യം വേദാന്തകൃത് വേദവിദേവ ചാഹം. എന്താ ശ്ലോകം പറയുന്നത്? സർവസ്യ. സർവസ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ചൊക്കെ നിങ്ങൾ ഉത്തരം പറയണം. സർവസ്യ എല്ലാവരും. ഹൃദി, ഹൃദി ഹൃദയത്തിൽ, അഹം ഞാൻ, സന്നിവിഷ്ട സന്നിവേശിച്ചിരിക്കുന്നു, സന്നിഹിതനായിരിക്കുന്നു. അപ്പം എവിടെയിരിക്കുന്നത്? എവിടെയിരിക്കുന്നത്? ഒരു വിഗ്രഹത്തിൽ നിന്നാണെന്നാണോ അർത്ഥം? അല്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ. എങ്ങനെ അറിയാം ആരാണ് ഭഗവാൻ? ഉള്ളിലിരിക്കുന്ന ഭഗവാൻ. ശ്രദ്ധിക്കുക. മത്ത്, മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നാണ്. എന്നിൽ നിന്നാണ് സ്മൃതി, ജ്ഞാനം, അപോഹനം. എന്തൊക്കെയാണ്? സ്മൃതി എന്ന് പറഞ്ഞാൽ മനസ്സ് ഉണരുന്നത്. മനസ്സ് എവിടുന്നാണ് ഉണരുന്നത്? എന്നിൽ നിന്നാണ്. ശ്രദ്ധിക്കുക നിങ്ങൾ. മനസ്സ് ഉണരുന്നു. കാലത്ത് ഇന്ന് രാവിലെ പറഞ്ഞു ഞാനത്. മനസ്സ് ഉണരുന്നു. വാസ്തവത്തിൽ മനസ്സ് ഉണരുകയല്ല, മനസ്സിനെ ഉണർത്തുന്നു. മനസ്സിനെ ആരാ ഉണർത്തുന്നത്? പിടികിട്ടുന്നില്ല നിങ്ങൾക്ക്. നിങ്ങളത് പഠിക്കുന്നില്ല. നിങ്ങൾ ഈ തൊഴുതുപോകൽ പ്രസ്ഥാനക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് ഈ പറയണത് അങ്ങോട്ട് പിടികിട്ടാൻ ഇത്തിരി പാടാണ്. ഇതൊക്കെ ഉള്ളിൽ കയറി പിടിക്കണം ഇത്തിരി. നിങ്ങൾ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഉണരുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. നിങ്ങളെ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തിയത് നിങ്ങളാണോ? നിങ്ങളിലെ ബോധം തന്നെയാണോ? എനിക്കതേ അറിയേണ്ടത്. നിങ്ങളുടെ സ്വപ്നത്തിൽ നിന്നും നിങ്ങളെ ഉണർത്തിയത് നിങ്ങളാണോ ബോധമാണോ? ബോധമാണ്. അപ്പം മനസ്സിനെ ഉണർത്തുന്നതും ബോധം തന്നെയാണ്. അത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, മനസ്സിനെ ഉണർത്തുന്ന അനന്തമായൊരു ബോധം ഉള്ളിൽ ഉണ്ട്. ഉണർത്തുന്ന, മനസ്സിനെ ഉണർത്തുന്ന ആ ഒരു അനുഭവത്തെയാണ് ആ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. ആവിർഭവതി, മനോ യഥോ ആവിർഭവതി. ഏതൊരു ബോധത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ഏതൊരു ബോധമുള്ളത് കൊണ്ടാണോ മനസ്സ് ആവിർഭവിക്കുക. ആവിർഭവിക്കുക എന്ന് പറഞ്ഞാൽ ആവിർഭാവം, ആവിർഭവിക്കുക, ഉണ്ടാവുക എന്ന് വെച്ചാൽ പ്രകടമാവും, ഉണരുക എന്നർത്ഥം. ഇനി ജ്ഞാനം. നമ്മളിപ്പോൾ പലതും കേൾക്കുന്നതിനും പഠിക്കുന്നതിനും ഈ ജ്ഞാനത്തിന് കാരണം, മനസ്സിലാക്കാൻ കഴിയുന്നതിന് കാരണം അപ്പോഴും എന്തുള്ളത് കൊണ്ടാണ്? പറയൂ. ബോധമുള്ളത് കൊണ്ടാണ്. അപ്പം മനസ്സിനെ നിലനിർത്തുന്നതും ബോധമാണ്. ഇതിൻ്റെ പേരാണ് തിഷ്ഠ. തിഷ്ഠ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. ത എന്ന അക്ഷരം കൊണ്ട് തിഷ്ഠ. മനോ യഥോ തിഷ്ഠതി. ഇനി അപോഹനം. അപോഹനം എന്ന് പറഞ്ഞാൽ കെട്ടടങ്ങുക. അപോഹനം എന്ന് പറഞ്ഞാൽ മറഞ്ഞു പോവുക. രാത്രി ഉറക്കത്തിൽ മനസ്സ്
കെട്ടടങ്ങി ഉറങ്ങിപ്പോകുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ സ്വപ്നം തന്നെ എടുത്താൽ മതി. സ്വപ്നം കാണുന്നു. ആ സ്വപ്നം ബോധമല്ലേ ഉണർത്തിയത്? ആണോ? ആ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു പോയിന്റ് നിങ്ങൾ ഉത്തരം തരണം. സ്വപ്നത്തിൽ നിന്നും നമ്മൾ, ഈ സ്വപ്നം എവിടേക്ക് പോയി? സ്വപ്നത്തിൽ നിന്നും നമ്മൾ ഉണരുമ്പോൾ സ്വപ്നം എവിടേക്ക് പോയി? മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ല? ക്ലിയർ ആണോ പറയുന്നത്? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു, സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണരുന്നു. ആ സമയത്ത് സ്വപ്നം പോയി നമ്മളിൽ നിന്ന്, ആണോ? പക്ഷെ സ്വപ്നം എവിടേക്ക് പോയി? അന്തരീക്ഷത്തിലേക്ക് പോയോ? സ്വപ്നം എവിടേക്ക് പോയി? വീണ്ടും ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയായ സ്വപ്നം പിറ്റേന്ന് കണ്ടു എന്ന് വരാം, അല്ലെങ്കിൽ അതേ സ്വപ്നം പിന്നെയും കണ്ടു എന്ന് വരാം. സംഭവിക്കാറില്ലേ പലർക്കും? അപ്പം ഇത് എവിടേക്കാ പോയിട്ടുണ്ടാവുക? ബോധത്തിലേക്ക് തന്നെ പോണു. അപ്പം മീളനം, ചിന്തകളെ മീളനം ചെയ്യുന്നു. ഇങ്ങനെയാണ് ആത്മാ എന്ന ശബ്ദം വന്നത്. ആത്മാ എന്ന ശബ്ദത്തിനർത്ഥം മനസ്സ് എവിടെ നിന്നാണോ ആവിർഭവിക്കുന്നത് ആ, മനസ്സെവിടെയാണോ നിൽക്കുന്നത് താ, മനസ്സ് ഏതൊരു ബോധത്തിലേക്കാണോ മീളനം മാ, ആത്മാ. മനസ്സിനെ ശ്രദ്ധിക്കണം, മനസ്സിനെ, ബോധത്തിൽ നിന്നും ഉണരുന്ന മനസ്സിനെ ജീവാത്മാവെന്നും മനസ്സിനെ ഉണർത്തുന്ന അനന്തബോധത്തെ പരമാത്മാവെന്നും വിളിക്കുകയാണ്. മനസ്സിനെ ജീവാത്മാവെന്നും, അവർക്ക് പറയൂ, പരമാത്മാവ്. ആരാ പരമാത്മാവ്? മനസ്സിനെ ഉണർത്തി നിലനിർത്തി മനസ്സിനെ ഉറക്കുന്ന അനന്ത ബോധത്തെ വിളിക്കുന്ന പേരാണ്, അവർക്ക് പറയൂ, പരമാത്മ. നിങ്ങൾ ഗീത പഠിച്ചാൽ നിങ്ങൾക്കത് വേഗം ക്ലിയർ ആവും. 40 കൊല്ലം സപ്താഹം കേട്ടിട്ടും ഗീത തുറന്നു നോക്കാത്ത ആളുകളാണ് നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ കഴുതകൾ എന്നല്ലേ വിളിക്കേണ്ടത്? സത്യം പറയാണ്, ദേഷ്യം വരുന്നില്ല എനിക്ക്. കാരണം നല്ലൊരു അന്തരീക്ഷം നിങ്ങൾ നശിപ്പിച്ചുവല്ലോ എന്നുള്ളത്. ഗീത പഠിക്കാതെ നിങ്ങൾക്ക് ഹിന്ദുമതം മനസ്സിലാവില്ല. തല കുത്തി മറന്നിട്ടും ശരിയാവില്ല, പഠിക്കാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾ? അപ്പം നിൽക്കട്ടെ, ഈശ്വരൻ ആരാണ്? ഈശ്വരൻ ആരാണ്? അതാ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ പറയുന്നത്. ഈശ്വരൻ ആരാണ്? പരമാത്മാവാണ്. ഈശ്വരൻ ആരാണ്? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഗീത പഠിക്കൂ, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഗീതയിൽ 18-ാം അധ്യായത്തിൽ 61-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വര സർവഭൂതാനാം. അവർക്ക് പറയൂ, നിങ്ങൾ നാളെ വരുമ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഗീതാ പുസ്തകം ഉണ്ടാവണേ. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പഠിക്കാൻ? താല്പര്യമുണ്ടോ? ഉണ്ടോ? ഒരു കയ്യിലൊരു പുസ്തകം വെക്കണം, ഈ ശ്ലോകങ്ങൾ ഓർത്ത് വെക്കണം. ഈശ്വരൻ എന്ന് പറയുന്നത് ഹൃദ്ദേശേ തിഷ്ഠതി. അപ്പൊ ഹൃദ്ദേശത്തിൽ ആരായിരിക്കണത്? വിഗ്രഹമാണോ പരമാത്മാവാണോ? അവർക്ക് പറയൂ, നിങ്ങൾ പരമാത്മാവാണ്. ഈശ്വരൻ ആരാണ്? പരമാത്മാവാണ്. ഒരു ശ്ലോകം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ പഠിക്കണം നിങ്ങൾ. 7-ാം സ്കന്ധം ഭാഗവതം, നിങ്ങളതിൽ ഭാഗവതം ഉണ്ടല്ലോ. 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം. 7, 6, 2 ഭാഗവതം എടുത്തു നോക്കൂ നിങ്ങൾ. ഞാൻ എൻ്റെ വായും പൊളിച്ചിരിക്കില്ലേ? നിങ്ങൾ പുസ്തകം എടുത്ത് നോക്കൂ, നിങ്ങൾ പഠിക്കൂ വല്ലതും. അല്ലാതെ വെറുതെ ഇരുന്ന് കേട്ടിട്ട് എന്താ കാര്യം? അതൊക്കെ ഒരു കാതു കൂടെ കേട്ട് മറ്റേ കാതു കൂടെ നിങ്ങൾ വിടും. ഈ ശ്ലോകങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. 5 വയസ്സുള്ള കുട്ടി പഠിപ്പിക്കുകയാണ്. യഥാഹി പുരുഷസ്യേഹ വിഷ്ണോപാദോപസർപ്പണം യഥേഷ സർവഭൂതാനാം പ്രിയ ആത്മ ഈശ്വര സുഹൃത്. 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം. ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പഠിക്കണം, പുസ്തകം എടുത്ത് മറച്ചു നോക്കണം. അല്ലാതെ ഭാഗവതം നിങ്ങൾ കേട്ടിട്ടും കാര്യമില്ല. ഉള്ളു തുറന്നു പറയാ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം.
വെറുതെ സപ്താഹം കേട്ടിട്ട് എന്താ കാര്യമുള്ളത്? എനിക്ക് ഉറപ്പുള്ള കാര്യം ഞാൻ പറയണത്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങൾ ഭാഗവതം കേട്ടിട്ട് ഒരു പുണ്യം കിട്ടാൻ പോണില്ല, ഒരു പുണ്യം കിട്ടാൻ പോണില്ല. ഇത് പഠിക്കാതെ വേറെ വഴിയില്ല, ഇത് പഠിക്കാതെ രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ തമാശയായിട്ട് എടുക്കുകയാണ് ഭാഗവതത്തെ. ആരോ ഇങ്ങനെ വെഡിത്തരം പറഞ്ഞ് നമ്മളെ തലയിൽ കയറ്റിപ്പോയി. ഭാഗവതം എന്നത് ജ്ഞാനമാണ്, ഇത് വെറുതെ കഥയല്ല. അതുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ അവസാനം പറയുന്നത്, ശ്രീമദ് ഭാഗവതം പുരാണതിലകം ഇത് വൈഷ്ണവാനം പ്രിയം യസ്മിൻ പാരമഹംസ്യമേ മമമലം ജ്ഞാനം പരം ഗീയതേ. ഇത് ജ്ഞാനമാണ് പറഞ്ഞു തരുന്നത്, ജ്ഞാനം പറഞ്ഞു തരാനാണ് ഈ ഭാഗവതം, അല്ലാതെ കഥ പറഞ്ഞു തരാനല്ല. നിങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു തരാനുള്ളത്. അപ്പം നമുക്ക് ഈ ബോധമുണ്ടാവണം. എന്താ ഈ ശ്ലോകം കിട്ടിയോ നിങ്ങൾക്ക്? 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം. യഥാഹി പുരുഷസ്യേഹ വിഷ്ണോപാദോപസർപ്പണം യഥേഷ സർവഭൂതാനാം. അടുത്ത ആ വരിയാണ് അണ്ടർലൈൻ ചെയ്യണം. പ്രിയ ആത്മ ഈശ്വര. ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ആരാണ്? ഇനി പറയൂ നിങ്ങൾ. ഈശ്വരൻ ആത്മാവാണ്. ഈശ്വരൻ ഒരു വിഗ്രഹമല്ല. ഈശ്വരൻ ആരല്ല? ഒരു വിഗ്രഹം എന്നല്ലല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശ്വരൻ ആത്മാവെന്ന് പഠിപ്പിക്കുമ്പോൾ മനസ്സിനെ ഉണർത്തുന്ന, മനസ്സിനെ നിലനിർത്തുന്ന, മനസ്സിനെ ഉറക്കുന്ന ആ അനന്തബോധത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നതെങ്കിൽ, പരമാത്മാവെന്ന് വിളിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം. ഈ സത്യം അത് വിശ്വസിക്കേണ്ടതാണോ, അത് ഉള്ളതാണ് എന്ന് അറിയേണ്ടതും ആ ബോധത്തിൽ ജീവിക്കേണ്ടവരുമാണോ നമ്മൾ? ആ ശ്രദ്ധയിൽ ജീവിക്കേണ്ടവരാണോ നമ്മൾ? ഉറക്കെ പറയൂ. ഉള്ളിലുള്ളതിനെ നിങ്ങൾ വിശ്വസിക്കണോ? ഉള്ളിലുള്ളതിനെ വിശ്വസിക്കണോ? അതോ ഉള്ളിലുണ്ട് എന്ന്, ഇപ്പം നിങ്ങൾ ഹാർട്ടുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ, ഉറപ്പാണോ? അതിൻ്റെ പേരാണ് ശ്രദ്ധ. എന്താണ് ശ്രദ്ധ? അല്ലെങ്കിൽ ബോധം. ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കല്ല, ഈശ്വരനുണ്ടെന്ന് ബോധമുള്ളവരായിത്തീരുക. എന്താണ്? ബോധമുള്ളവരായിത്തീരുക. ബോധം വരുത്തുവതിന് ആളായി നിന്നപര ആചാര്യരൂപഹരി നാരായണായ നമ. അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന ഒരു താനെന്നുടയ്ക്കുമളവ് ആനന്ദമെന്തുഹരി നാരായണായ നമ. മനസ്സിലായില്ലേ? ഈശ്വരൻ പരമാത്മാവാണ്. ആരാ ഈശ്വരൻ? പരമാത്മാവിനെ വിശ്വസിക്കണോ? പറയൂ നിങ്ങൾ. ഇപ്പം നമ്മൾ ഉള്ളിലുള്ളതിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴുതകളല്ലേ. എനിക്കൊരു ഹാർട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നെ എന്താ വിളിക്കുക? മനസ്സിലായില്ല? ഉള്ളിലൊരു ഹാർട്ടുണ്ടായിട്ട് ഞാൻ പറയാണ് എനിക്കൊരു ഹാർട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണു പറഞ്ഞാൽ നല്ല ഭാഷയാണോ? ഉറക്കെ പറയൂ. അതൊരു കൊള്ളാവുന്ന ഭാഷയാണോ? നിങ്ങൾ പറയാ അയാൾക്ക് വട്ടാണെന്ന് പറയും അല്ലേ? കാരണം ഉള്ളിലുള്ളതിനെ വിശ്വസിക്കേണ്ട, കൂടെ വരണം. ഉള്ളിലുള്ളതിനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഉള്ളിലുള്ളതിനെ അറിയണം. ഉള്ളിലുള്ളതിൽ ശ്രദ്ധ വേണം. ഉള്ളിലുള്ളതിൽ ബോധം വേണം. അങ്ങനെയല്ലേ? ഉറക്കെ പറയൂ നിങ്ങൾ. അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പം നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞത്? നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടെന്ന്. നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ബാക്കി പറയൂ നിങ്ങൾ. നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? കഴുതകൾ നിങ്ങൾ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളെ കഴുതകൾ എന്ന് പറയുന്നു. ഇതൊക്കെ ഇതര മതങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മൾ പാടി നടക്കുകയാണ്. നമ്മൾ ഈശ്വര വിശ്വാസമുള്ളവരല്ല. ഈശ്വരൻ പരമാത്മാവാണ് എന്ന് ബോധമുള്ളവരാണ്. ഈശ്വരൻ പരമാത്മാവാണെന്നുള്ള ബോധമുള്ളവരാണ് നമ്മൾ. അങ്ങനെയല്ലേ ആവേണ്ടത്? ആണോ? നാരായണീയം പഠിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ?
ഇനിയിപ്പോൾ ആരും ഉണ്ടാവില്ല. അരണ്യത്തിൽ ഭട്ടതിരിപ്പാട് ഇതാ പറയണത്, ഏവം ദുർലഭ്യവസ്തും നബിസുലഭതയാ ഹസ്തലബ്ധേ യധന്യൽ തൻവാ വാചാദിയാവാ പരതിപദജനക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവത്വയന്തു സ്ഥിരതരമനസാ വിശ്വവീലാപകത്തി നിശേഷമാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. എന്താ പറയണത്? ഞാൻ കരുതി ഗുരുവായൂരപ്പൻ ഗുരുവായൂരിലും അമ്പലത്തിനുള്ളിലാണെന്ന്. നോക്കൂ, എന്തൊരു സത്യമാണ് ഈ വിളിച്ചു പറയുന്നത്. കുഞ്ഞുണ്ണി മാഷോട് പണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ ചോദിച്ചു, കുഞ്ഞുണ്ണി മാഷ് ജീവിച്ചിരുന്ന കാലത്ത്, അമ്മാവ ഒന്ന് ഗുരുവായൂർ വരെ പോകണം. കുഞ്ഞുണ്ണി മാഷ് തൃപ്പയാറ് കേട്ടില്ലേ? തൃപ്പയാർ ക്ഷേത്രം കേട്ടില്ലേ? അവിടുന്ന് കുറച്ച് ദൂരെയാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ വീട്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ബോംബെയിൽ നിന്ന് മരുമകൻ വന്നു, ഒന്ന് ഗുരുവായൂർ പോകണം, ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, നിന്നിൽ നിന്ന് നിന്നിലേക്ക് എത്ര ദൂരമോ അത്ര ദൂരം. എന്താ പറഞ്ഞത്? നിന്നിൽ നിന്ന് നിന്നിലേക്ക് എത്ര ദൂരമോ അത്ര ദൂരം. ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ മൂള വേണം, ലേശം തലയ്ക്കകത്ത് ചോറ് വേണം, എന്നാലേ ഈ പറയണത് മനസ്സിലാവുള്ളൂ. മരുമകൻ മനസ്സിലായില്ല. മരുമകൻ പറഞ്ഞു, അമ്മാവിന് വട്ടായി തോന്നുന്നു. അതുപോലെയാണ് ഭട്ടതിരിപ്പാട് പറയുന്നു, ആളുകൾ കരുതുന്നു ഗുരുവായൂരപ്പൻ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ എന്ന്, ആ വിഗ്രഹത്തിലേ ഉള്ളൂ എന്ന്. ഏവം ദുർലഭ്യവസ്തു. എന്നാൽ എനിക്ക് മനസ്സിലായി, സുലഭതയാ ഹസ്തലബ്ധേ, സുലഭതയാ ഹസ്തലബ്ധേ. എവിടെയുണ്ട്? കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ കൈകളിലുണ്ട് എന്നാണ് അർത്ഥം. ഉള്ളിലുണ്ട്, കൂടെയുണ്ട്, സുലഭമായി. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഗുരുവായൂരപ്പൻ സുലഭമായി ഉള്ളിലുണ്ടെന്ന് തോന്നിയവർ എത്ര പേരുണ്ട്? ഉള്ളിലുണ്ട്, സുലഭതയാ ഹസ്തലബ്ധേ. പക്ഷെ എന്താ, ആളുകളൊക്കെ ഉണ്ടല്ലോ, അന്യത് ഭജതി, ശീലിച്ചുപോയി, അന്യനായി കണ്ട് ഭജിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങൾ വഴിതെറ്റിപ്പോയി. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ച് ജീവിച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും? അന്യത് ഭജതി ക്ഷുദ്രദൈവ സ്ഫുടേയം. ക്ഷുദ്ര മനസ്സുകളാണ് ഈ വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് നടക്കുക. എങ്ങനെയുള്ള മനസ്സുകൾ? ക്ഷുദ്ര മനസ്സുകൾ. ക്ഷുദ്ര മനസ്സെന്ന് പറഞ്ഞാൽ നല്ല മനസ്സാണോ? കൂടെ വന്നില്ലേ നിങ്ങൾ? ക്ഷുദ്ര മനസ്സെന്ന് പറഞ്ഞാൽ, ക്ഷുദ്രജീവി പറഞ്ഞാൽ, ക്ഷുദ്രജീവി പറഞ്ഞാൽ നല്ല ജീവിയാണോ? ആളൊരു ക്ഷുദ്രജീവിയാണെന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്ത വ്യക്തി എന്നർത്ഥം, ഉപദ്രവിക്കുന്ന വ്യക്തി എന്നർത്ഥം അല്ലേ? അങ്ങനെയല്ലേ? ആണോ? ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ നിങ്ങൾ അന്യനായി കണ്ടാൽ നിങ്ങളൊരു ക്ഷുദ്ര മനസ്സുള്ളവരാണ്. ക്ഷുദ്ര മനസ്സാണ്. ക്ഷുദ്രദൈവ സ്ഫുടേയം. എന്നാൽ ഞാൻ ഗുരുവായൂരപ്പനെ കാണുന്നത് എവിടെയാണ്? ഏതേതാവത്വയന്തു സ്ഥിരതര മനസ്സാ. നല്ല ബോധത്തോടുകൂടി, സ്ഥിര മനസ്സോടുകൂടി ഞാൻ ഗുരുവായൂരപ്പനെ കാണുന്നത് നിശേഷം ആത്മാനമേനം. ആത്മാനമേനം ഗുരുഭവനപുരാധീശം. ആരാ ഗുരുവായൂരപ്പൻ? ആരാ ഗുരുവായൂരപ്പൻ? തൻ്റെ തന്നെ ഉള്ളിലുള്ള പരമാത്മാവാണ് ഗുരുവായൂരപ്പൻ എന്ന് സ്ഥിരതര മനസ്സാ. എങ്ങനെയുള്ള മനസ്സ്? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണം. ഇത് ഉണ്ടെങ്കിലേ നന്നാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അന്ധമായി ദൈവത്തെ വിശ്വസിക്കും. അപ്പൊ ദൈവവിശ്വാസം ഹിന്ദുക്കൾക്കില്ല. ഉള്ളത് പരമാത്മാവാണെന്ന ബോധമുള്ളവരായിത്തീരണം. ആരായിത്തീരണം? ഭഗവാൻ പരമാത്മാവാണെന്ന ഉറക്കെ പറയൂ. നിങ്ങൾ കുട്ടികളിൽ ഇതാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. ഈശ്വരൻ ആരാണ്? ഈശ്വരോ ആത്മേതി. അതാ നേരത്തെ പ്രഹ്ലാദന്റെ പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. ആത്മാവായ ഈശ്വരനാണ് എൻ്റെ സുഹൃത്ത് എന്ന്. അല്ല, ഈശ്വര സുഹൃത്ത് എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. ഇതൊക്കെ പഠിക്കണം, മെനക്കെടണം. നിങ്ങളിൽ പലരും പഠിക്കാൻ തയ്യാറില്ല, വെറുതെ സപ്താഹം കേട്ട് പോവുകയാണ്. കഴുതകളുടെ പണി ചെയ്യരുതേ. അത് കഴുതകളുടെ പണിയാണ്. പഠിക്കാനാണ് ഈ ഭൂമിയിൽ വന്നത്.
പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഇത് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതാണ്. അല്ലാതെ കുറേ സപ്താഹം കേട്ടതുകൊണ്ട് ഒരു പുണ്യം കിട്ടില്ല. നിങ്ങൾ വെറുതെ സമയം കളയുകയും ചെയ്യരുത്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നമ്മളിവിടെ ഭൂമിയിൽ വന്നത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനാണ്. വെറുതെ കഥ കേട്ടിട്ട് എന്ത് കാര്യം, ആർക്ക് ഗുണം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഗുണം പിടിക്കുന്നു? വെറുതെ അങ്ങനെ കുറേ ആളുകൾ വഴിതെറ്റിപ്പോയി. അതുകൊണ്ടാണ് ആ വഴിക്ക് നിങ്ങൾ പോവരുത്. മനസ്സിലായില്ലേ? അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ശൃണ്വൻ വിപടൻ വിചാരണപരോ ഭക്തിയാ വിമുച്യേ നര. ഇത് കേൾക്കണം, ഇത് പഠിക്കണം എന്നാ പറയണത്. അല്ലാതെ കേട്ടിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ ഇതൊക്കെ ഭാഗവതത്തിൽ വ്യാസഭഗവാൻ ഓർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ആരും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കുന്നില്ല. നിൽക്കട്ടെ, ഇവിടെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആരാണ്? ആ വാക്ക് മറക്കരുത്. ഈശ്വരൻ ആരാണ്? പരമാത്മാവാണ്. ആരാണ് ഭഗവാൻ? പരമാത്മാവാണ്. ഗീതയിൽ നിങ്ങളുടെ അടുത്ത് പുസ്തകമില്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പല ശ്ലോകങ്ങളും കൂടി പറയാൻ തോന്നാത്തത്. ഗീതയിൽ 13-ാം അധ്യായത്തിൽ പറയും, ഉപദ്രഷ്ടാനുമന്താച്ച ഭർത്താ ഭോക്താ മഹേശ്വര. ഉപദ്രഷ്ടാനുമന്താച്ച ഭർത്താ ഭോക്താ മഹേശ്വര. അടുത്ത വരി എന്താണ്? ആരുടെയും കയ്യിൽ പുസ്തകമില്ല. ഉണ്ടോ? ഓ, കയ്യിലുണ്ടോ? 13-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകമായിരിക്കണം. ഉപദ്രഷ്ടാനുമന്താച്ച ഭർത്താ ഭോക്താ മഹേശ്വര. ചൊല്ലു അടുത്ത വരി. ആരുടെ കയ്യിൽ പുസ്തകമുണ്ടോ? ഉപദ്രഷ്ടാനുമന്താച്ച 13-ാം അധ്യായം ഞാൻ പറഞ്ഞില്ലേ? ഓ, അത് ശരി, നല്ല ആളോടാ പറഞ്ഞത്. 13-ൽ 26 25 ആയിരിക്കണം. ഉപദ്രഷ്ടാനുമന്താച്ച ഭർത്താ ഭോക്താ മഹേശ്വര. ഒന്നുകൂടി ചൊല്ലു. വല്ലതും അർത്ഥമായിട്ടാണോ വായിക്കുന്നത്? അല്ല, അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ വായിക്കുന്നത്? അതുകൊണ്ടാണ് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത്. ഉപദ്രഷ്ടാനുമന്താച്ച ഭർത്താ ഭോക്താ മഹേശ്വര. പരമാത്മേതി ഇത്യുക്താ ദേഹേസ്മിൻ അസ്മിൻ ദേഹേ പുരുഷപര. പരമാത്മാവായി ഈ ഉള്ളിലിരിക്കുന്ന, പരമാത്മാവായി ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്നൊരിക്കലും മറന്നുപോകരുത്. ഓർമ്മിപ്പിക്കുകയാണ്. ഉപദ്രഷ്ട എല്ലാം കാണിച്ചു തരുന്ന, ജീവിത എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്ന, അനുമന്ത ഭർത്ത ഭോക്ത, മനസ്സിനെ മാറ്റിമറയ്ക്കാൻ സഹായിക്കുന്ന അനന്തമായൊരു ബോധം തന്നെയാണ് പരമാത്മാവ്. ഇത് തന്നെയാണ് ഈശ്വരനെന്ന് മറക്കരുത്. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഗീതയിൽ. ആര് പഠിക്കുന്നു? ആര് കേൾക്കുന്നു? അപ്പം അതുകൊണ്ട് ഈശ്വരൻ ഉള്ളിലുണ്ട്. ഇനി എന്താ വേണ്ടത്? ആ പരമാത്മാവിനെ വേണ്ട വിധത്തിൽ പറയൂ, പ്രയോജനപ്പെടുത്തണം. അതിന് പരിശീലനം വേണം. എന്ത് വേണം? പ്രാർത്ഥനയല്ല വേണ്ടത്. അപ്പം എന്താ പരിശീലനം? നാമജപം. അതിനാണ് വിഷ്ണു സഹസ്രനാമമൊക്കെ കാലത്ത് ജപിക്കുന്നത്. അപ്പം കാലത്ത് നമ്മളിപ്പോൾ രാവിലെ ഒന്ന് ചൊല്ലി അല്ലേ, എല്ലാവരും ഒന്നിച്ച് ഒരേ ഋതത്തിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? നിങ്ങളുടെ ശ്രദ്ധ ആ നാമജപത്തിലേക്ക് ക്രമേണ 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 വരും. അതൊന്നിച്ച് ചൊല്ലുമ്പോൾ മനസ്സ് മറ്റ് വിഷയങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് പോകുന്നതിൻ്റെ തീവ്രത വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് സത്സംഗം എന്ന് പറയുന്നത്, ഒന്നിച്ചു ചൊല്ലുന്നത്. അപ്പം ശ്രദ്ധ ഈ വിഷ്ണു സഹസ്രനാമത്തിലേക്ക് തിരിയും തോറും ഉള്ളിൽ പരമാത്മാവ്, ആ പരമാത്മാവിൽ നിന്നാണ് ഇതൊക്കെ വരുന്നതെന്ന ബോധവും മനസ്സിൻ്റെ ശ്രദ്ധയും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ഒരു മനഃശാസ്ത്രം ഉള്ളിൽ സംഭവിക്കും. എന്താ സംഭവിക്കുക എന്നറിയോ? ഒന്നിലേക്ക് തന്നെ ശ്രദ്ധ ഏകാഗ്രമാകുമ്പോൾ വേറൊന്നിലേക്കുള്ള ശ്രദ്ധയുടെ തീവ്രത
അവർക്ക് പറയൂ, കുറയും. അപ്പം നോക്കൂ, ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും. ഇവിടെ ഏതിലേക്കാണ് ശ്രദ്ധിക്കുന്നത്? ഒന്നിച്ചിരുന്നുള്ള നാമജപത്തിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ, ഒന്നിച്ചുള്ള നാമജപത്തിലേക്ക് മനസ്സ് ഉണരുമ്പോൾ, സത്യം ശ്രദ്ധ ഇതിലേക്ക് പോകുമ്പോൾ തൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന വിഷമങ്ങളിലേക്കും വിഷാദങ്ങളിലേക്കും ദുഃഖത്തിലേക്കുമുള്ള ശ്രദ്ധയുടെ തീവ്രത അവർക്ക് പറയൂ കുറയും. ഇത് സത്യമല്ലേ? ഇത് സത്യമാണോ? ഇതിനെ പറയും യോയശ്രദ്ധസയേവ ജീവിതം. യോയശ്രദ്ധ, ഏതിലാണോ ശ്രദ്ധ അത് തന്നെ അനുഭവം. നിങ്ങൾ ദുരിതത്തിലാണ് ശ്രദ്ധ വയ്ക്കുന്നത്, അത് തന്നെ അയവിറക്കും, അത് തന്നെ ജീവിതവും. ഒന്നിൻ്റെ പുറകിൽ കഷ്ടകാലം. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ ഈ നാമജപത്തിലേക്ക് തിരിയുമ്പോൾ ദുരിതങ്ങളുടെയൊക്കെ തീവ്രത അവർക്ക് പറയൂ കുറഞ്ഞു വരും. അതാണ് വിഷ്ണു സഹസ്രനാമജപത്തിൻ്റെയൊക്കെ മഹത്വം. ഇപ്പം നമ്മളെ ഹിന്ദു സമൂഹം ഉണ്ടല്ലോ, കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം അതൊരു ശീലമാക്കി കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഒരു കുട്ടി പോലും ആത്മഹത്യയില്ലായിരുന്നു.